ഒരു ചോദ്യം, ദൈവമില്ല എന്ന് സാറിന് തെളിയിക്കാൻ സാധിക്കും? സാർ ഞാൻ പറഞ്ഞതാണ് അങ്ങനെ തെളിയിക്കാൻ സാധിക്കില്ല. സാറ് പറഞ്ഞു ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അത് ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കും. സാർ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാണ്, ഒരു കാര്യവും ഇല്ല എന്ന് തെളിയിക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞു ഷിബു ഇല്ല എന്ന് ചേട്ടൻ സാറിന് തെളിയിക്കാൻ പറ്റും. ഈ മുറിയിൽ ഷിബു ഇല്ല എന്ന് തെളിയിക്കുക അസാധ്യമാണ്. എങ്ങനെ ഇല്ലെന്ന് തെളിയിക്കുക? എന്ത് തെളിവാ കൊണ്ടുവരുന്നത്? എന്ത് തെളിവാ വേണ്ടത്? ഓക്കെ, അപ്പൊ കൂടുതൽ ഇപ്പൊ ദൈവം അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് എന്ത് തെളിവാ വേണ്ടത്? ഒരു 3 പട്ടിക അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് തരും. ഞാനിപ്പോ തന്നെ ഈ മതത്തിന്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മിറാക്കിൾസ് സംഭവിക്കുന്നു. ഇപ്പം ഒരു രോഗശാന്തി, ഇപ്പൊ ഡോക്ടേഴ്സ് പറയാണ്, അതായത് ഡോക്ടേഴ്സ് പ്രൂവ് ചെയ്യുന്നു ഇത് മെഡിസിൻ ഉണ്ട് അല്ലെങ്കിൽ മെഡിക്കലി ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥത്തില് ആദ്യത്തെ ചോദ്യം എന്താണ്? ആദ്യം ചോദിച്ച മിറാക്കിൾസിനെ കുറിച്ചാണ്. ഈ മതങ്ങള് ആദ്യ കാലഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം, പുസ്തകം, അതിനുശേഷം കുറെ കാലഘട്ടത്തിൽ അത്ഭുത ക്രിയകൾ. ഈ അത്ഭുത ക്രിയകൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഇപ്പൊ മിറക്കിൾ ബിസിനസ് നിങ്ങൾ പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളിയ കേസ്, മെഡിക്കൽ കോളേജിൽ നിന്ന് ഇങ്ങനെ വന്ന് തള്ളി അങ്ങോട്ട് കളഞ്ഞായിരിക്കും. ആ തള്ളിയ കേസുകളെല്ലാം കുറെ ആൾക്കാർ പ്രാർത്ഥനയിലൂടെയും ശുശ്രൂഷയിലൂടെയും ഭേദമാക്കുന്നതാണ് താങ്കൾ പറഞ്ഞത്. കേരളത്തിൽ ഈ സാധനം വലിയ തോതിലുണ്ട്. വലിയ വലിയ രോഗങ്ങൾ, അവരിപ്പോ സാധാരണയിൽ പാണ്ഡുരോഗം ബാധിച്ച ഒരാള് പാണ്ഡുരോഗം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ശുശ്രൂഷിച്ച് ഭേദമാക്കുന്ന ഒരു ഏർപ്പാട് അദ്ദേഹത്തിന്റെ ഒരു വേറെ വശം. സ്വന്തം രോഗം മിക്കവാറും എല്ലാ പാസ്റ്റേഴ്സും അതേക്കുള്ള ഈ മിറാക്കിൾ മെർച്ചൻസും ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഈവൻ അവർ ഒരു മാർപ്പാപ്പ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന്റെ സ്ഥാനം ഒഴിഞ്ഞത് ആരോഗ്യപരമായ കാരണങ്ങളാണ്, അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. ഈ കേരളത്തിലൊക്കെ ഈ രോഗങ്ങൾ ഇങ്ങനെ നുള്ളിയെടുത്ത് മാറ്റുന്ന കാര്യം അദ്ദേഹത്തിന് പ്രാർത്ഥനയിലൂടെ മാറ്റുന്ന കാര്യം അദ്ദേഹം അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അദ്ദേഹം മാർപ്പാപ്പ സ്ഥാനം വിട്ടിട്ട് പോയത്. നല്ല ഇവിടെ വന്നാൽ മതി. ടോം മുഴുനാലിൽ എന്ന് പറയുന്ന ഒരു അച്ഛനെ സിറിയക്കാർ പിടിച്ചോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സിറിയയിൽ ഐസിസിന്റെ കയ്യിലാണെന്ന് പറയുന്നത്. ഒരു വർഷമാകാൻ പോകുന്നത്. ഞാനൊരു പോസ്റ്റിഡേ ഉണ്ട്. അപ്പൊ പുള്ളി അവസാനം ഒരു TV അഭിമുഖത്തില് പുള്ളി വന്നിട്ട് സ്വന്തം പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മനുഷ്യരോട് അപേക്ഷിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളോട്, അധികാരികളോട്, രാഷ്ട്രീയക്കാരോട്, എല്ലാവരോടും അപേക്ഷിക്കുന്നു. എന്താണെന്നറിയോ? പ്രാർത്ഥിക്കാനല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട്, അത്ഭുതം കൊണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥിച്ച് കൈയടിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്യാനല്ല പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്വാധീന ശേഷി കൊണ്ട് എന്നെ പുറത്താക്കാനായിട്ടുള്ള ശ്രമങ്ങൾ, അല്ലെ കൊണ്ടുവരാൻ ശ്രമങ്ങളിലാണ്. അല്ലെ പുള്ളി പറയുന്നത് നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത്. ഈ അത്ഭുതങ്ങൾ ഇതാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള, അതായത് കേരളത്തിലൊക്കെ രോഗശാന്തി, ഇതിന്റെ ഒരു പുസ്തകത്തിന്റെ ഒരു പേര് തന്നെ ഇതാണ്, ദുഃഖം മാറണമെങ്കിൽ വെള്ളയിൽ വരണം. ആ ചാപ്റ്റർ വായിച്ചു നോക്കിയാൽ വലിയൊരു ചാപ്റ്ററാണ്. അതായത് ഒരു അച്ഛൻ അവിടെ നിന്ന് പ്രസംഗിക്കാൻ, മാസ്റ്റർ പ്രസംഗിക്കാൻ, ഈ നമ്മുടെ ത്രിവർണ്ണ പതാക വെള്ളയാണല്ലോ നടുക്ക്, അതിനകത്താണ് അശോക ചക്രമുള്ളത്. അശോകം എന്ന് പറഞ്ഞാൽ ശോകം ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അശോക ചക്രം എവിടെ വരൂ? വെള്ളയെ വരും. അപ്പൊ എല്ലാം മാറണമെങ്കിൽ വെള്ളയെ വരണം. ഭയങ്കര കയ്യടി എന്ന് പറഞ്ഞാൽ വെള്ള അറിയാ. ഈ മിറാക്കിൾസ് എന്ന് പറയുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. മിറാക്കിൾസ് എന്ന് പറയുന്നത് അത്ഭുതമാണ്. നിങ്ങളുടെ അജ്ഞത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും നിങ്ങൾ അങ്ങനെ ഒരെണ്ണം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. There is no miracle in this world. ഐൻസ്റ്റീൻ്റെ ഒരു വാചകം ഞാൻ കോട്ട് ചെയ്യണം. ഐൻസ്റ്റീൻ എല്ലാത്തിന്റെ അവസാന വാക്കായതുകൊണ്ടല്ല, ജസ്റ്റ് ആശയം എന്റെ അതിന് കുറച്ചുകൂടെ നല്ലൊരു വാചകമായിട്ട് ഞാൻ പറയാണ്. There is only one miracle in this world, that there are no miracles. അത്ഭുതങ്ങളില്ല എന്നുള്ളതാണ് ലോകത്തെ ഏക അത്ഭുതം എന്ന് അദ്ദേഹം അതൊരു പൊയറ്റിക് ലാംഗ്വേജ് ആയിട്ട് എടുത്താണ്.